നമസ്കാരം സുഹൃത്തുക്കളെ, LGS ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 24ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ അങ്ങനെ 24ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എത്തിക്കുകയാണ്. ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 213/2023 ആണ് കേട്ടോ. 2023 ക്വസ്റ്റ്യൻ പേപ്പർ കഴിയാനായി 24ലേക്ക് കിടക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഗുണം എന്താ ചോദിച്ചാൽ, എക്സാം ആകുമ്പോൾ നിങ്ങളുടെ ടൈം എക്സാമിന്റെ അടുത്ത് എത്തുമ്പോൾ നമ്മൾ 25ഉം 26ലെയും ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും വർക്ക്ഔട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾ എക്സാമിന് പോവുകയാണ് അല്ലേ. അപ്പൊ നമുക്ക് എന്താണ് ആ പഠിച്ച കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെ നല്ല ഓർമ്മ കിട്ടും. നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്? താഴെ തന്നിട്ടുള്ള ഇന്ന് 2 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ എന്റെ കൂടെ ഒപ്പം വന്നവർക്ക് നല്ല രീതിയിൽ ഇത് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തും. ഏതാ? സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന അല്ലെ. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് രണ്ടും ചെയ്യുന്നത് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയാണ്. പഠിച്ചു വെക്കണേ. വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നഗരങ്ങളിലാണ് കേട്ടോ. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി ആരാണ്? APJ അബ്ദുൽ കലാം ആണ്. ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാ? ദ്രൗപദി മുർമു ആണ്. ദ്രൗപദി മുർമു എത്രാമത്തെ രാഷ്ട്രപതിയാ? 15ാമത്തെ രാഷ്ട്രപതിയാണ് കേട്ടോ. 15ാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. കേരള സംസ്ഥാനത്ത് ആദ്യമായി ബാലാവകാശ ക്ലബിന് തുടക്കം കുറിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ഏതു സ്കൂളിലാണ്? ബാലാവകാശ ക്ലബിന് തുടക്കം കുറിച്ചത് GVHSS ബിദുര. കേരള കായിക ദിനം ആചരിക്കുന്നത് ഒക്ടോബർ മാസം 13ാം തീയതിയാണ്. ഒക്ടോബർ 13. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AKG ആണ്. വരയുടെ പരമശിവൻ എന്ന് VKN വിശേഷിപ്പിച്ചത് ആരെയാണ്? വരയുടെ പരമശിവൻ എന്ന് VKN വിശേഷിപ്പിച്ചത് ആരെയാണ്? KM വാസുദേവൻ നമ്പൂതിരിയെയാണ്. ഏത് വർഷം മുതലാണ് കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായിട്ട് അല്ലെ? PN പണിക്കരുടെ എന്താണ്? ചരമദിനമാണ് അല്ലെ. ജൂൺ 19 വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇതാണ് 1996. പഠിച്ചു വെക്കണേ. ഇത് ചിലപ്പോൾ ഈ വർഷം കിട്ടിയെന്ന് വരില്ല. 1996 ജൂൺ മാസം 19 മുതലാണ്. സാധുജന പരിപാലനം സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല? ബ്രഹ്മപുരം. ഡീസലാണ് കേട്ടോ. ബ്രഹ്മപുരത്ത് ഉപയോഗിക്കുന്നത് ഡീസലാണ്. പ്രീവിയസ് ചോദ്യമാണ്. എറണാകുളം ജില്ലയിലാണ്. വീര കേരള സിംഹം എന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിശേഷിപ്പിച്ചത് ആരെയാണ്? കേരള സിംഹം ആരാണ്? പഴശ്ശിരാജ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേര് ഏതാണ്? റാഡ്ക്ലിഫ് ആണ് അല്ലേ. ഇതാണ് റാഡ്ക്ലിഫ് ആണ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. ഇതൊരു ക്വസ്റ്റ്യൻ പഠിക്കണം കേട്ടോ. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ബാരൻ ദ്വീപാണ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപില്. സമതലങ്ങളിൽ പുതിയതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണിനെ പറയുന്ന പേര്? സമതലങ്ങൾ, അതായത് ഉത്തരമഹാസമതലം ഉണ്ടല്ലോ, അവിടെയൊക്കെ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണ്, പുതിയതായിട്ട് നിക്ഷേപിക്കപ്പെടുന്നത് ാണ് കേട്ടോ. പുതിയതായിട്ട് നിക്ഷേപിക്കപ്പെടുന്നത് കാദർ. ഏറ്റവും പഴയ എക്കൽ നിക്ഷേപമാണ് ഏത്? ബങ്കർ. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം? ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. ഭൂമിയിലെ ഊർജത്തിന്റെ ഉറവിടം ഏതാണ്? ഭൂമിയിലെ ഊർജത്തിന്റെ ഉറവിടം ഏതാണ്? ഇതാണ് സൂര്യനാണ് അല്ലെ. ഇന്ത്യയിൽ ആദ്യമായിട്ട് വാട്ടർ മെട്രോ ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ മെട്രോ ആരംഭിച്ചത് കൊച്ചിയാണ്. ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം? ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നത് എവിടെയാണ്? ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്റർ അല്ലേ. ദേശീയ വരുമാനം ലഭിക്കുന്ന മേഖലകൾ ഏതെല്ലാമാണ്? ദേശീയ വരുമാനം ലഭിക്കുന്ന മേഖലകള് പ്രാഥമിക മേഖലയും അതുപോലെ ഏതാണ്? ദ്വിതീയ മേഖലയും പിന്നെ ഏതാണ്? തൃതീയ മേഖല. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകൾ. പ്രാഥമിക മേഖല കാർഷികം, ദ്വിതീയ മേഖല വ്യവസായം, തൃതീയ മേഖല സേവനം. ആൻസർ ഈസ് ഡി. മാനവ സന്തോഷ സൂചിക വികസിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഭൂട്ടാനാണ്. മാനവ സന്തോഷ സൂചിക വികസിപ്പിക്കുന്ന രാജ്യം ഭൂട്ടാനാണ്. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്താ? സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ആരാണ്? രംഗനാഥ മിശ്രയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005.
മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? നമ്മൾ ഇപ്പൊ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ, 30 ഡേയ്സ് ചാലഞ്ചില്. അതിലൂടെ എന്ത് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? 42ാം ഭേദഗതി, 1976 42ാം ഭേദഗതിയിലൂടെ. 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട അവകാശം സ്വത്തവകാശത്തെ എന്ത് ചെയ്തു? സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിൽ നിന്നും എടുത്തു മാറ്റി ഒരു നിയമ അവകാശമാക്കി മാറ്റി. ഏതിലൂടെ? 1978 44ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യാണ്. ഏത് സംസ്ഥാനക്കാരനാണ്? ആന്ധ്രാപ്രദേശ്. പ്രീവിയസ് ചോദ്യമാണ്, ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗ. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് എന്ന്? ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24. ഇന്ത്യൻ ദേശീയ പതാകയുടെ അളവിന്റെ അംശബന്ധം 3:2. 3 എന്ന് പറയുന്നത് നീളം, നീളം ഈസ്റ്റു വീതി, അങ്ങനെ പഠിക്കണം കേട്ടോ. നീളം ഈസ്റ്റു വീതി 3:2. വന്ദേ മാതരം ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്? ബംഗാളി ഭാഷയിലാണ്. ജനഗണമന ബംഗാളി ഭാഷയിൽ തന്നെയാണ്. ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി ഗംഗാ ഡോൾഫിന് അംഗീകാരം ലഭിച്ച വർഷം? ഗംഗാ ഡോൾഫിന് നമ്മുടെ ദേശീയ ജലജീവി ഏതാ? ഗംഗാ ഡോൾഫിനാണ്. ഈ അംഗീകാരം ലഭിച്ച വർഷം എപ്പോഴാണ്? 2009. ബംഗാൾ വിഭജനം നടത്തിയ കേഴ്സൺ പ്രഭുവാണ് കേട്ടോ. ബംഗാൾ വിഭജനം 1905 നടത്തിയത് കേഴ്സൺ പ്രഭുവാണ്. ആരാണ് അതിർത്തി ഗാന്ധി? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇതിൽ റെയിൽവേ സംവിധാനം നിലവിൽ വന്നത് 1853. നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത്? നീൽ ദർപ്പൺ ദീനബന്ധു മിത്ര. നീൽ ദർപ്പൺ എന്ന നാടകം ദീനബന്ധു മിത്ര. പൂർണ്ണ സ്വരാജ്യം എന്ന ആശയം നടപ്പിലാക്കിയ കോൺഗ്രസ് സമ്മേളനം? ലാഹോർ സമ്മേളനം 1929. 1857 നാനാ സാഹിബ് കലാപം നയിച്ചത് എവിടെയാണ്? കാൺപൂരിലാണ് നാനാ സാഹിബ് കലാപം നയിച്ചത്. ദത്തവകാശ നിരോധനം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭുവാണ്. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ഡൽഹൌസി. ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവ് ആരാണ്? എപ്പോഴാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി? 1792. അതിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവ് ആരാണ്? ടിപ്പു സുൽത്താനാണ്. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ച സ്ഥലം? തിരുനെൽവേലി. ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? ആമുഖമാണ്. ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആമുഖത്തെയാണ്. കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം? 100 കിലോമീറ്ററിൽ കൂടുതലുള്ള നദികളുടെ എണ്ണം 11 ആണ്. പെരിയാർ കടുവ സങ്കേതം നിലകൊള്ളുന്ന ജില്ല? പെരിയാർ കടുവ സങ്കേതം നിലകൊള്ളുന്ന ജില്ല ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിൽ എത്ര മുനിസിപ്പൽ കോർപ്പറേഷൻ? കേരളത്തിൽ എത്ര മുനിസിപ്പൽ കോർപ്പറേഷൻ ഉണ്ട്? 6. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം? പാമ്പാടുംചോല. ഏറ്റവും വലുത് ഇരവികുളം. സൈലന്റ് വാലി പാലക്കാട് ജില്ലയിൽ. മതികെട്ടാൻചോല ഇടുക്കി. ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടുംചോല. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട്? ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട് മാട്ടുപ്പെട്ടിയാണ്. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത വർഷം? 2017 കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത. പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി കായിക താരം? പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി കായിക താരം. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് പോയതാണ്. MD വത്സമ്മ. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതി? മത്സ്യത്തൊഴിലാളികളാണ്. തീരം വരണം അല്ലേ? ഏതാണ്? വിദ്യാതീരം. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി? കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആരാണ്? R. ശങ്കർ. കേരളത്തിലെ ഇപ്പോഴത്തെ വൈദ്യുതി മന്ത്രി? ഇവിടെ ആൻസർ കൃഷ്ണൻകുട്ടിയാണ് വൈദ്യുതി മന്ത്രി. ഇപ്പോ ആരാണ് വൈദ്യുത മന്ത്രി? നമ്മുടെ കറണ്ട് അഫെയറിൽ അപ്ഡേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പറഞ്ഞു വൈദ്യുതി, നമ്മൾ ആ കോഡ് ഇട്ടിട്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത് അല്ലേ, സണ്ണി എന്ന് പറഞ്ഞിട്ട്. വൈദ്യുതി മന്ത്രി. സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ? സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ. തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി? തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം കേട്ടോ, അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി? റാണി ഗൗരി ലക്ഷ്മിബായി.
കല്ലുമാല സമരം നടത്തിയത് അയ്യങ്കാളിയാണ്. ജാതിക്കുമ്മി രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. തോൽവിറക് സമരം നടന്നത് ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ്. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം പയ്യന്നൂര്. ഗാന്ധിജി എന്തിനെയാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്? ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. 1936 ക്ഷേത്രപ്രവേശന വിളംബരം. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അരുണ ആസഫ് അലി. കേരള ഗാന്ധി കെ കേളപ്പൻ. പ്രായപൂർത്തിയായ ഒരു മനുഷ്യന്റെ ആകെ പല്ലുകളുടെ എണ്ണം 32. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. COVID-19 രോഗത്തിന് കാരണം ഏത് വിഭാഗത്തിൽപ്പെടുന്ന സൂക്ഷ്മജീവിയാണ്? COVID-19 വൈറസ്. മനുഷ്യ ശരീരത്തിൽ അന്നപഥത്തിലെ ഏതു ഭാഗമാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്? ഇതൊക്കെ ഞാൻ ഇന്നലെ ഇപ്പൊ പറഞ്ഞ തന്നെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 10th പ്രിലിംസിന്റെ 30 days ചാലഞ്ചിൽ കുറെ ക്വസ്റ്റ്യൻസ് വന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. ഏതാണ്? സി അല്ലേ? ചെറുകുടൽ. ഇത് ഇന്നലെ എടുത്ത ക്ലാസ് ആണ്. രക്തത്തില് നമ്മുടെ ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് ചെറുകുടലാണ്. മാരക രോഗങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് താലോലമാണ്. സങ്കര ഇനം തക്കാളി ഏതാ? തക്കാളി അക്ഷയാണ് അല്ലെ? അക്ഷയാണ് തക്കാളി. ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ ഇതൊക്കെ എന്താണ്? മുളകിന്റെ സങ്കര ഇനങ്ങളാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ഇത്ര പ്രാവശ്യം പഠിക്കുന്നില്ലേ? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷി രീതി ഹൈഡ്രോപോണിക്സ്. ജീവജാലങ്ങൾ തമ്മിലും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് ഉള്ള പഠനം. ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടുകളും തമ്മിലുള്ള പരസ്പര ബന്ധം ഇക്കോളജി ആണ്. റെഡ് ഡാറ്റ ബുക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളും ജന്തുക്കളുമാണ്? റെഡ് ഡാറ്റ ബുക്ക് ചുവപ്പാണ് അല്ലെ? ചുവപ്പ് എന്ന് പറയുമ്പോൾ എന്താ? വംശനാശ ഭീഷണി നേരിടുന്നവ. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക കണ്ടെത്തിയത്? ഇതൊക്കെ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. റൂദർഫോർഡ്. കലാമിന് ഏത് ലോഹത്തിന്റെ അയിരാണ്? സിങ്കിന്റെ അയിരാണ്. പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലാണ്? അലസവാതകങ്ങൾ 18ാമത്തെ ഗ്രൂപ്പിലാണ് അലസവാതകങ്ങൾ, അതായത് ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് അറിയപ്പെടുന്നത് അല്ലെ? ഹീലിയം, നിയോൺ, ആർഗൺ, സെനോൺ, ക്രിപ്റ്റോൺ, റെനോൺ ഇതൊക്കെ എന്താണ്? ഉത്കൃഷ്ടവാതകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏക അറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണം ഏതാണ്? ഏക അറ്റോമിക, ഒരു ആറ്റം മാത്രമുള്ള തന്മാത്ര. ഏക അറ്റോമിക തന്മാത്ര ഏതാണ്? ഹീലിയമാണ്. ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ ക്ലോറിനും ഒക്കെ എന്താണ്? ദ്വയാറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണമാണ്. എങ്കിൽ ബഹു അറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണമാണ് ഫോസ്ഫറസ്, സൾഫർ. ഓക്കെ കേട്ടോ, ഫോസ്ഫറസ്, സൾഫർ. അപ്പൊ ഇവിടെ ഏക അറ്റോമിക തന്മാത്ര, അതായത് ഒരു പദാർത്ഥത്തിൽ ഒരു ആറ്റം മാത്രമാണ് ഉള്ളത് എങ്കിൽ അതിന് ഏകാറ്റോമിക തന്മാത്ര എന്ന് പറയുന്നു. ഉദാഹരണം ഹീലിയം. ഓക്കെ, ഏകാറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ അലസവാതകങ്ങൾ എന്ന് പറയില്ലേ? 18ാമത്തെ ഗ്രൂപ്പിൽ ഉത്കൃഷ്ടവാതകങ്ങളൊക്കെ ഇതിൽ വരുന്നതാണ്? ഏകാറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണമായിട്ട് വരുന്നതാണ്. ഹീലിയം, പിന്നെ നിയോൺ, ഹീലിയം, നിയോൺ, ആർഗൺ, റെനോൺ, സെനോൺ. ഓക്കെ, ഇതൊക്കെ എന്താണ്? ഉത്കൃഷ്ടവാതകങ്ങളാണ്, 18ാമത്തെ ഗ്രൂപ്പിൽ വരുന്നതാണ്. ഇതൊക്കെ ഏകാറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണം. ഹീലിയം, നിയോൺ, ആർഗൺ, സെനോൺ, റെനോൺ. ഓക്കെ, ഇനി ദ്വയാറ്റോമിക തന്മാത്ര, 2 ആറ്റം ഉള്ളതാണ്. ഹൈഡ്രജൻ, ഓക്സിജൻ, ഇതൊക്കെ നൈട്രജൻ, ഇതൊക്കെ എന്താണ്? ദ്വയാറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണമാണ്. അത് കഴിഞ്ഞാൽ ബഹു അറ്റോമിക തന്മാത്രയ്ക്ക് 2 അതിൽ കൂടുതലോ ആറ്റങ്ങൾ അടങ്ങിയതാണ് ബഹു അറ്റോമിക തന്മാത്ര. അത് ഫോസ്ഫറസ്, സൾഫർ ഒക്കെ ഉദാഹരണമാണ്. LPGയിലെ മുഖ്യ ഘടകം, LPG ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിലെ മുഖ്യ ഘടകം ഏതാണ്? ബ്യൂട്ടൈൻ ആണ് കേട്ടോ. ഇത് എപ്പോഴും ബ്യൂട്ടൈൻ ആണോ മീഥൈൻ ആണോ എന്നൊക്കെ നമുക്ക് കൺഫ്യൂഷൻ വരും. നമ്മുടെ വീട്ടിൽ ഏതാണ് ഗ്യാസ്? LPG ആണ് അല്ലെ? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ്, LPG ആണ്. അപ്പൊ നമ്മുടെ വീട്ടിലെ ഗ്യാസ് ബ്യൂട്ടി ആണ് കേട്ടോ, നല്ല ബ്യൂട്ടി ഉള്ളതാണ്. അവർ കൊണ്ടുവരുന്ന കുറ്റി കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനത്തെ ആയിരിക്കും? ചിലപ്പോൾ നല്ല മോശമായിട്ടുള്ള കുറ്റിയായിരിക്കും അല്ലെ? ഭംഗിയൊന്നും ഉണ്ടാവില്ല അല്ലെ? പക്ഷെ എന്നാലും നമ്മുടെ വീട്ടിലെ LPG എന്താ? നല്ല ബ്യൂട്ടിയാണ്, ബ്യൂട്ടൈൻ ആണ്. അപ്പൊ അടുക്കളയിലേക്കൊക്കെ ഒന്ന് പോകുമ്പോൾ ഗ്യാസ് കുറ്റിയിൽ എന്താ നിറച്ചിരിക്കുന്ന വാതകം എന്ന് നോക്കണം കേട്ടോ. ഏതാണ്? നോക്കണ്ട, ബ്യൂട്ടൈൻ ആണെന്ന് മനസ്സിൽ ചിന്തിച്ചാൽ മതി. ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഡെസിബൽ ആണ്. ഊർജത്തിന്റെ യൂണിറ്റ് ഏതാ? ഊർജത്തിന്റെ യൂണിറ്റ് ജൂൾ ആണ്. ബലത്തിന്റെ യൂണിറ്റ് ആണ് ഏത്? ന്യൂട്ടൺ കേട്ടോ. ബലത്തിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. ഒരു സദിശ അളവിന് ഉദാഹരണം.
സദിശ അളവിന് ഉദാഹരണം ത്വരണമാണ്. സദിശ അളവിന് ത്വരണമാണ്. ആക്സിലറേഷൻ. കടൽക്കാറ്റ് ഉണ്ടാകുന്നതിന് കാരണമായ താപ പ്രക്രിയ. കടൽക്കാറ്റ് ഉണ്ടാകുന്നതിന് കാരണമായ താപവാഹക പ്രക്രിയയാണ് ഏത്? സംവഹനം ട്ടോ. ഏതാണ്? സംവഹനം. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം ഇവിടെ എഫ് തന്നിട്ടുണ്ട്. അതിന്റെ വക്രത ആറും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ എഫ് കാണാൻ എപ്പോഴും ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരവും ആ ദർപ്പണത്തിന്റെ വക്രത ആരവും തമ്മിലുള്ള ബന്ധം എന്താണ്? അപ്പൊ ഏതാണ് അതിന്റെ ഇക്വേഷൻ? ഇതില് പ്രോബ്ലം വെച്ചിട്ട് തരും ട്ടോ. അപ്പൊ ഈ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ആ പ്രോബ്ലം തരുമ്പോ ഇതുപോലെ എന്ത് ചെയ്താൽ മതി കേട്ടോ. എഫ് കാണാൻ r/2 ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യും? ഫോക്കസ് ദൂരം അവർ തരും, റേഡിയസും തരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വയ്ക്കുക. എഫ് സമം r/2. ഓക്കെ, നമ്മൾ അങ്ങനെ എന്ത് ചെയ്തു? 24ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്തത് 25ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് കാണാം. പിന്നെ തീർച്ചയായിട്ടും കൂട്ടുകാര് ഇനിയിപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് പഠിക്കാൻ പറ്റാതെയോ റിവിഷൻ ചെയ്യാൻ പറ്റാതെയോ ഒക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ടിരുന്നോ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ 30 days ചാലഞ്ച് പറഞ്ഞിട്ട് ഒരു 4 ക്ലാസ് ഇട്ടിട്ടുണ്ട്. ആ 4 ക്ലാസ് നന്നായിട്ട് പഠിക്കുക. ഇനി ഡെയിലി ക്ലാസ്സുകൾ ഉണ്ടാകും. അതിന് കൂടെ ഒപ്പം പിടിച്ചു വരിക. നല്ല രീതിയിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് പറയുന്നുണ്ട്. നല്ല റിവിഷൻ ആകും. പിന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വിട്ട് കളിക്കരുത് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ വിട്ടിട്ട് കളിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്താനായിട്ട് പറ്റില്ല. അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് തരാം. എക്കണോമിക്സിൽ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻസ് ബയോളജിയിലും ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ എന്ത് ചെയ്യാം? അങ്ങനെ തരാം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഡിയേഴ്സ്. അതുപോലെ തന്നെ താഴെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുക. താങ്ക് യു.